ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ഏപ്രിൽ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഈ ഏപ്രിൽ മാസത്തിൽ എടുത്ത് പറയാനാണെങ്കിൽ മകയിരം നക്ഷത്രക്കാർക്കൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമം പിടിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമൊക്കെ കണ്ടെത്താൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ രോഗങ്ങൾക്കൊക്കെ വിദഗ്ധ ചികിത്സ തേടേണ്ട സാഹചര്യമാണ് കാണുന്നത്. അതല്ല എങ്കിൽ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വയം ചികിത്സ കഴിയാവുന്നത് ഒഴിവാക്കുക. സന്താനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഗുണകരമായിട്ട് കാണുന്നു. സന്താനങ്ങളിൽ നിന്നൊക്കെ സന്തോഷകരമായ ഒരു അനുഭവമാണ് കാണുന്നത്. അതുപോലെ തന്നെ കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അശുഭചിന്തകളൊക്കെ ഒരുവിധം ഒഴിവാക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എതിർപ്പിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു ഇച്ഛാശക്തിയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അത്ര ഗുണകരമല്ല. മറ്റുള്ളവരുടെ എതിർപ്പിനെ അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. സാഹസമായ നീക്കങ്ങളൊക്കെ ബിസിനസ്സിലൊക്കെ സാഹസമായിട്ടെടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ ധനനഷ്ടത്തിന് ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഉപദേശങ്ങളൊക്കെ തേടുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഭാര്യയുടെ ആരോഗ്യം അത്ര നല്ലതല്ല. ഭാര്യയുടെ ചില രോഗാവസ്ഥയൊക്കെ നിങ്ങൾക്ക് മനോദുഃഖമുണ്ടാക്കും. എല്ലാ കാര്യത്തിലും ഒരു നിരാശബോധം തീർച്ചയായിട്ടും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കടബാധ്യതകൾ തീർക്കാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന സമയം കൂടിയാണ് ഏപ്രിൽ മാസം. സമൂഹത്തിൽ മാന്യത നേടിയെടുക്കുന്നതിനായിട്ടുള്ള ശ്രമത്തിൽ അവിഹിതങ്ങളായുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സാഹചര്യം ചില മകയിരം നക്ഷത്രക്കാർക്ക് കാണുന്നു. സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സമയമാണ്. ഏപ്രിൽ മാസം അവസാനമൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം നിങ്ങൾ കാണുന്നു. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തേണ്ട പല സാഹചര്യങ്ങളും തീർച്ചയായിട്ടും ഈ സമയങ്ങളിൽ ഉണ്ടാകും. കളവിനും വഞ്ചനയ്ക്കും അപവാദത്തിനുമൊക്കെ വിധേയമാകേണ്ട സാഹചര്യവും കാണുന്നുണ്ട്. ഊഹക്കച്ചവടക്കാരുടെ സ്ഥിതി വളരെ മോശമായിരിക്കും. ആഡംബര വസ്തുക്കളോ ഭോഗവസ്തുക്കളോ ഒക്കെ വാങ്ങുന്ന സമയമാണ് ഏപ്രിൽ മാസം. പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നല്ലതല്ല. ചിലർക്കൊക്കെ കടം കൊടുക്കാനുള്ള സാഹചര്യം കാണുന്നത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈശ്വരാനുഗ്രഹത്താൽ കൂടുതൽ ഉള്ളതിനാൽ വലിയ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ ഒരുവിധം ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ്. എന്നാൽ നിങ്ങൾക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം കൂടിയാണ് ഏപ്രിൽ മാസം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കാര്യങ്ങളൊക്കെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. നിങ്ങളുടെ നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സൽഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കുന്നതിനുമായിട്ട് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം വെള്ളിയാഴ്ചകൾ ദർശിക്കുക. ഭഗവാന് നാരങ്ങമാല കൊടുക്കുക. ഭദ്രകാളി ദേവി ക്ഷേത്രം വെള്ളിയാഴ്ചകളിൽ ദർശിക്കുക. രക്തപുഷ്പാഞ്ജലി, ഗുരുതി വഴിപാടൊക്കെ നടത്തുന്നതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയാനും സൽഫലങ്ങളുടെ കാഠിന്യം മാറ്റ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഭഗവാന്റെയും ദേവിയുടെയൊക്കെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ല സമയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.